അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 9ാമത്തെ പാഠം അൽ അശറത്തുൽ മുബശ്ശറ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഖുറാസു തദ്രീബ് നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. നിരക്ഷരരും അജ്ഞരും അധർമ്മത്തിൽ മുഴുകി ജീവിച്ചിരുന്നവരുമായ ഒരു ജനതയെ ധർമ്മത്തിൻ്റെ ഉദാത്ത മാതൃകകളും പ്രചാരകരുമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചു. എന്താ പറഞ്ഞത്? നിരക്ഷരർ എന്ന് പറഞ്ഞാൽ അക്ഷരവിദ്യാഭ്യാസമില്ലാത്തവർ, അജ്ഞരായിരുന്നു, വിജ്ഞാനം അറിവ് എന്താണെന്നറിയാത്തവർ, അതുപോലെ അധർമ്മത്തിൽ മുഴുകി ധർമ്മം എന്തെന്നറിയാതെ വെറും അധർമ്മത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ഒരു ജനതയെ ധർമ്മത്തിൻ്റെ ഉദാത്ത മാതൃകകളും പ്രചാരകരുമാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പരിവർത്തിപ്പിച്ചു പറഞ്ഞാൽ മാറ്റിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപാത്രങ്ങളായ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരും സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെയും സ്നേഹിച്ചു, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി തങ്ങൾ പറയാണ്, എൻ്റെ സ്വഹാബികളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹു തആലയെ പേടിക്കുക. എൻ്റെ സ്വഹാബികളുടെ കാര്യത്തിൽ നിങ്ങൾ ആരെ പേടിക്കണം? അല്ലാഹു തആലയെ പേടിക്കണം. എനിക്ക് ശേഷം അവരെ ഉപദ്രവിക്കരുത്. എനിക്ക് ശേഷം എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. അവരെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്വഹാബാക്കളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ സ്നേഹിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വഹാബാക്കളെ സ്നേഹിക്കുന്നത്. അവരെ വെറുക്കുന്നവർ എന്നെ വെറുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്വഹാബാക്കൾ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? എന്നെ വെറുക്കുന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറുക്കുന്നത് കൊണ്ടാണ് ആരെ വെറുക്കുന്നത്? സ്വഹാബാക്കളെ വെറുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അവരെ ഉപദ്രവിക്കുന്നവർ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. സ്വഹാബത്തിനെ ഉപദ്രവിക്കുന്നവർ ആരെയാണ് ഉപദ്രവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. എന്നെ ഉപദ്രവിക്കുന്നത് അല്ലാഹു തആലയെ ഉപദ്രവിക്കുന്നത് പോലെയാണ്. എന്നാൽ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിക്കുന്നത് അത് അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നത് പോലെയാണ്. അവരെ അല്ലാഹു തആല ശിക്ഷിക്കും. അവരെന്ത് ചെയ്യും? അല്ലാഹു തആല. അപ്പോൾ സ്വഹാബത്തിനെ ഉപദ്രവിക്കുന്നവരെ, സ്വഹാബാക്കളെ ഉപദ്രവിക്കുന്നവരെ ആര് ശിക്ഷിക്കും? അല്ലാഹു തആല ശിക്ഷിക്കും. ബുഖാരി, മുസ്ലിം, ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമും മുസ്ലിം റളിയല്ലാഹു അൻഹു രണ്ട് പണ്ഡിതന്മാരും ഒരുപാട് രേഖപ്പെടുത്തിയ ഹദീസാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞ കാര്യം. അല്ലാഹു തആലയോടുള്ള ഭയഭക്തി, പ്രവാചക സ്നേഹം, ധർമ്മത്തിന് വേണ്ടിയുള്ള ജീവിത സമർപ്പണം എന്നിവയിൽ സ്വഹാബികൾ നക്ഷത്ര ശോഭയോടെ വിളങ്ങി. എന്തെല്ലാം കാര്യങ്ങളിലാണ് നക്ഷത്ര ശോഭയോടെ വിളങ്ങിയത്? അല്ലാഹു തആലയോടുള്ള ഭയഭക്തി, അല്ലാഹു തആലയെ പേടിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ, പ്രവാചക സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ, ധർമ്മത്തിന് വേണ്ടിയുള്ള ജീവിത സമർപ്പണം, ഇസ്ലാമിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടിയുള്ള അവരുടെ ജീവിത സമർപ്പണം എന്നിവയിലെല്ലാം സ്വഹാബാക്കൾ നക്ഷത്ര ശോഭയോടെ എന്ത് ചെയ്തു? വിളങ്ങി. ഒരു ചരിത്രത്തിൻ്റെ സൃഷ്ടാക്കളായി സ്വഹാബത്ത് എന്ത് ചെയ്തു? ഒരു ചരിത്രത്തിൻ്റെ സൃഷ്ടാക്കളായി. സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖർ സ്വർഗപ്രവേശന വാഗ്ദത്വം ലഭിച്ച 10 പേരാണ്. എങ്ങനെ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വാഗ്ദത്വം ലഭിച്ച 10 പേരാണ് പ്രവാചകരിൽ പ്രമുഖർ, ഏറ്റവും മഹത്തര്. അതാരൊക്കെയാണ്? ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്നിവരാണ് അൽ അശറത്തുൽ മുബശ്ശറ എന്ന പേരിൽ വ്യാഖ്യാതരായത്. ഈ 10 പേരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കൾ. ഈ പറഞ്ഞ സ്വഹാബാക്കളാണ്.
ഇനി അവരെ ഓരോരുത്തരെക്കുറിച്ചും ചെറിയ രൂപത്തിലുള്ള വിവരങ്ങളാണ് നമ്മുടെ പാഠത്തിലൂടെ പറയുന്നത്. ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എന്തിനും ഉണ്ടായിരുന്ന, ഏത് കാര്യങ്ങൾക്കും നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈമാൻ, പ്രവാചക സ്നേഹം, ധർമ്മനിഷ്ഠ, സൽസ്വഭാവം, അറിവ്, ഭക്തി എന്നിവയിൽ ഒന്നാമൻ തുടങ്ങിയ സൽഗുണങ്ങളുടെ ഉടമയായിരുന്നു അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു. ഏതെല്ലാം വിഷയങ്ങളിലാണ് പറഞ്ഞത്? ഈമാന്, പ്രവാചക സ്നേഹം, ധർമ്മനിഷ്ഠ, സൽസ്വഭാവം, അറിവ്, ഭക്തി എന്നിവയിൽ ഒന്നാമനായിരുന്നു ആര്? അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണമേറ്റെടുക്കുകയും ആഭ്യന്തരവും വിദേശീയവുമായ കുഴപ്പങ്ങൾ അവസാനിപ്പിച്ച് രാഷ്ട്രത്തെ ഭദ്രമാക്കുകയും ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണമേറ്റെടുത്തു ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അബൂബക്കർ റളിയല്ലാഹു ഏറ്റെടുക്കുകയും മാത്രമല്ല ആഭ്യന്തരവും വിദേശികവുമായ പ്രശ്നങ്ങളാണ്. നബി തങ്ങൾ വഫാത്തായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിദേശീയമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളോ കുഴപ്പങ്ങളെല്ലാം അവസാനിപ്പിച്ച് രാഷ്ട്രത്തെ ഭദ്രമാക്കുകയും ചെയ്ത ഒരു ഖലീഫയാണ് ആര്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 13 ജുമാദുൽ ആഖിർ 21 മഹാൻ വഫാത്തായി. എത്രയില വഫാത്തായത്? ഹിജ്റ 13-ാം വർഷം ജുമാദുൽ ആഖിർ, ജുമാദുൽ ഉഖ്റയിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താക്കുന്നത്. ജുമാദുൽ ഉഖ്റ 21-ന്. 2 വർഷവും 3 മാസവുമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. 2 വർഷവും 3 മാസവുമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. ഇനി രണ്ടാമത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ നന്മകളിലും സ്വഹാബികളിൽ 2-ാമനായിരുന്നു. എല്ലാ നന്മകളിലും 1-ാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞു. അതിൽ 2-ാമനായിരുന്നു ആര്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. അൽ ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഏത് പേരിൽ അറിയപ്പെട്ടത്? അൽ ഫാറൂഖ്, ഉമർ അൽ ഫാറൂഖ് എന്ന പേരിൽ എന്ത് ചെയ്തു? അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭക്തി, വിനയം, ധീരത, ജനസേവനം, നീതി, ലളിത ജീവിതം തുടങ്ങിയവ വിശ്രുതമാണ് അറിയപ്പെട്ട കാര്യങ്ങളാണ്. എന്ത്? അദ്ദേഹത്തിൻ്റെ ഭക്തി, വിനയം, ധീരത, ജനസേവനം, നീതി, ലളിത ജീവിതം, തുടങ്ങിയവരൊക്കെ വിശ്രുതനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ലോകത്തെ പ്രമുഖ മാതൃകാ ഭരണാധികാരിയായി ഉമർ റളിയല്ലാഹു അൻഹു വാഴ്ത്തപ്പെട്ടു. ലോകത്തെ പ്രമുഖ മാതൃകാ ഭരണാധികാരിയായിട്ട് ആരറിയപ്പെട്ടു? ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയപ്പെട്ടു വാഴ്ത്തപ്പെടുന്നു. അക്രമികളായ കിസ്ര, കൈസർ ഭരണകൂടങ്ങളെ തകർത്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ ഭദ്രമാക്കുകയും വികസിപ്പിക്കുകയും ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് കിസ്ര, കൈസർ പോലെയുള്ള ഭരണകൂടത്തിന് തകർത്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ ഭദ്രമാക്കുകയും വികസിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനം, ഈജിപ്തിൻ്റെ മോചനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ പൊൻതൂവലുകളാണ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനവും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ മോചനവും അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ പൊൻതൂവലാണ്. ഈ 2 മോചനം എന്ന് പറയുന്നത്. ഹിജ്റ 23 ദുൽഹിജ്ജ 26 മഹാൻ ഇഹലോകവാസം വെടിഞ്ഞു. ഈ ലോകത്തോട് വിട പറഞ്ഞു. എത്രയിന്? ഹിജ്റ 23 ദുൽഹിജ്ജ 26 10 വർഷവും 6 മാസവുമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. എത്ര വർഷം ഭരണം നടത്തിയത്? 10 വർഷവും 6 മാസവുമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. ഇനി 3-ാമത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾ ആരാണ്? ആൻസർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരാണത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെ, ആദ്യം റുഖയ്യ റളിയല്ലാഹു അൻഹയും അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും
വിവാഹം ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒന്ന് റുഖയ്യ റളിയല്ലാഹു അൻഹു. റുഖയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹു അവരെന്ത് ചെയ്തു? ഇവരെ വിവാഹം ചെയ്തു. ഇതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ദുന്നൂറൈനി എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ അറിയപ്പെട്ടത്. സമ്പന്നനും വലിയ ധർമ്മിഷ്ഠനും ആരാധനാ നിരതനും സൽ സ്വഭാവിയും ജീവിതവിശുദ്ധി, വിനയം, കാരുണ്യം, ശാന്തത, ലജ്ജാശീലം എന്നിവയിൽ പ്രസിദ്ധനുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഏതെല്ലാം വിഷയത്തിൽ? വലിയ സമ്പന്നനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, ആരാധനാ നിരതനും, അതുപോലെ തന്നെ സൽസ്വഭാവിയും, ജീവിതവിശുദ്ധി, വിനയം, കാരുണ്യം, ശാന്തത, ലജ്ജാശീലം എന്നിവയിലൊക്കെ പ്രസിദ്ധനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 3ാം ഖലീഫ എന്ന നിലയിൽ 12 വർഷം ഇസ്ലാമിക രാഷ്ട്രത്തിന് ആ മഹാൻ നേതൃത്വം നൽകി. എത്ര വർഷം? 12 വർഷത്തോളം ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഖിലാഫത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. ഹിജറ 35 ദുൽഹിജ്ജ 18-നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഹിജറ 35 ദുൽഹിജ്ജ 18-ന്. ഹിജറ 35 ദുൽഹിജ്ജ 18-നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഇനി 4ാമത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി ത്വാലിബ് കർറമല്ലാഹു വജ്ഹ. 4ാം ഖലീഫ അലിയും കർറമല്ലാഹു വജ്ഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. ബുദ്ധി, ത്യാഗം, ധീരത, ഭക്തി, യുദ്ധവൈദഗ്ധ്യം, സൽസ്വഭാവം, വിജ്ഞാനം, ഭാഷാപ്രാവീണ്യം എന്നിവയിൽ ഒന്നാമനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒന്നാമനായിരുന്നു ആര്? അലി റളിയല്ലാഹു അൻഹു. വലിയ പ്രഭാഷകനും യോദ്ധാവുമായിരുന്നു. വലിയ പ്രഭാഷകനാണ്, വലിയ യോദ്ധാവുമായിരുന്നു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. അബൂ തുറാബ് എന്ന പേരിൽ മഹാൻ അറിയപ്പെടുന്നു എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തത്? അറിയപ്പെട്ടത്. എന്ത് പേരിലാണ്? അബൂ തുറാബ് എന്ന പേരിലാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. ഹിജറ 40 റമദാൻ 19-നാണ് അലി റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഹിജറ 40 റമദാൻ 19-നാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വഫാത്തായത്. 4 വർഷവും 9 മാസവുമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. 4 വർഷവും 9 മാസവുമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ഇനി 5ാമത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അതാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. എല്ലാ നന്മകളിലും മുന്നിലായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും മുന്നിലായിരുന്നു. ത്വൽഹത്തുൽ ഖൈർ എന്ന പേരിൽ പ്രസിദ്ധനായി. എന്താ പേര്? ത്വൽഹത്തുൽ ഖൈർ എന്ന പേരിൽ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവർ പ്രസിദ്ധനായി. വലിയ ധർമ്മിഷ്ഠനായിരുന്നു ആ മഹാൻ. ത്വൽഹത്തുൽ ജൂദ് എന്നും അറിയപ്പെട്ടു. വളരെ വലിയ ധർമ്മിഷ്ഠനായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ത്വൽഹത്തുൽ ജൂദ് എന്ന പേരിൽ എന്ത് ചെയ്തു? അറിയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠനായ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ എന്ത് ചെയ്തു? അറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ ഗസ്വത്തുകളിലും അദ്ദേഹം പങ്കാളിയായി. എല്ലാ ധർമ്മസമരങ്ങളിലും ഗസ്വത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഹിജറ 36 റജബ് മാസം ത്വൽഹ റളിയല്ലാഹു അൻഹു പരലോകവാസം പോകി. എത്ര? ഹിജറ 36 റജബ് മാസത്തിലാണ് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു ചെയ്തത്? ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. ഇനി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 6ാമത്തെ ആള് ആരാ? സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ആരാണ്? സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ആരായിരുന്നു അദ്ദേഹം? ധീരനും മതഭക്തനും വലിയ ധർമ്മിഷ്ഠനുമായ സുബൈർ റളിയല്ലാഹു അൻഹു ദരിദ്രനായാണ് വഫാത്തായത്. നല്ല ധീരനായിരുന്നു, മതഭക്തിയുള്ള ആളായിരുന്നു, വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു. ആര്? സുബൈർ റളിയല്ലാഹു അൻഹു. പക്ഷേ വഫാത്താകുന്ന സമയത്ത് ദരിദ്രനായിട്ടാണ് അദ്ദേഹം ചെയ്തത് വഫാത്തായത്. ഹവാരുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അദ്ദേഹം വിശ്രുതനായി. എന്ത് പേരിലാണ്? ഹവാരുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹായി എന്ന പേരിൽ എന്ത് ചെയ്തു? അദ്ദേഹം പ്രശസ്തനായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ നിയോഗിച്ച 6 അംഗ സംഘത്തിൽ അദ്ദേഹം അംഗമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ നിയോഗിച്ച 6 അംഗ സമിതിയിലെ
ഒരു അംഗമായിരുന്നു ആര്? ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഹിജ്റ 36 ജുമാദുൽ ഊല ഹിജ്റ 36 ജുമാദുൽ ഊല 10 സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഹിജ്റ എത്രാം വർഷമാണ്? 36-ാമത്തെ വർഷം ജുമാദുൽ ഊല 10 ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തോട് വിട പറയുന്നത്. ഇനി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 7-ാമത്തെ ആൾ ആരാണ്? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആരാണ്? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നിർമ്മല ഹൃദയനും വളരെ ലോലമായ ഹൃദയനായിരുന്നു. ഭയഭക്തിയും ധനികനും ധർമ്മിഷ്ഠനുമായ സഅദ് റളിയല്ലാഹു അൻഹു വലിയ യോദ്ധാവായിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് 7-ാം ക്ലാസ്സിലെ തസ്കീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിർമ്മല ഹൃദയനായിരുന്നു, ഭയഭക്തനും ധനികനും ധർമ്മിഷ്ഠനുമായ സഅദ് റളിയല്ലാഹു അൻഹു വലിയ യോദ്ധാവായിരുന്നു. പ്രസിദ്ധമായ ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് നേതൃത്വം നൽകിയത് സഅദ് റളിയല്ലാഹു അൻഹു ആണ്. ഏത് സമരത്തിൽ? ഖാദിസിയ സമരത്തിൽ യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിങ്ങൾ സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആരാ? ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഗവർണറായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹിജ്റ 55 സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഹിജ്റ എത്രയിലാണ് വഫാത്താകുന്നത്? ഹിജ്റ 55 ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി അടുത്തത് 8-ാമത്തേത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 8-ാമത്തെ ആൾ ആരാണത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വലിയ കച്ചവടക്കാരനും ധനികനും ഉദാരമതിയുമായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിശ്വസ്തരായ കച്ചവടക്കാരുടെ മാതൃകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു, ധനികനായിരുന്നു, ഉദാരമതിയായിരുന്നു. സമ്പത്ത് നല്ലോണം ദീനിന് വേണ്ടിയിട്ടും പാവങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിച്ച ആളാണ് ആര്? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. വിശ്വസ്തനായ കച്ചവടക്കാരുടെ മാതൃകയാണ്, കച്ചവടക്കാർക്കുള്ളൊരു മാതൃകയാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 32 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായി. എത്രയിലാണ് വഫാത്താകുന്നത്? ഹിജ്റ 32 ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇനി 9 സഅദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 9-ാമത്തെ ആൾ സഅദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഖുറൈശി പ്രമുഖനായ സഈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്നു. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു. മുജാബുദ്ദുആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നവൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. മുജാബുദ്ദുആ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെട്ടത്. എന്താ അതിൻ്റെ അർത്ഥം? അതാണ് ആ ബ്രാക്കറ്റ് കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവൻ. ഹിജ്റ 51 സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന എത്രയിലാണ്? ഹിജ്റ 51 ബഹുമാനപ്പെട്ടവരെന്ത് ഈ ലോകത്തോട് വിട പറയുന്നത്. ഇനി 10-ാമത്തെ സ്വഹാബിയാകുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി ആരാ? ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ആരാണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ആദ്യം ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തികളിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തനും ദീനിനു വേണ്ടി എല്ലാം സമർപ്പിച്ച മഹാനുമാണ്. ആദ്യമായിട്ട് ഇസ്ലാം ആശ്ലേഷിച്ചവരിൽപ്പെട്ടവരാണ്. അത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തനായിരുന്നു, ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ച മഹാനുമായിരുന്നു. അമീനുൽ ഉമ്മ, എന്താ പേര്? അമീനുൽ ഉമ്മ എന്ന പേരിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിശ്രുതനായി. അമീനുൽ ഉമ്മ എന്താ? അമീനുൽ എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ വിശ്വസ്തൻ. ഹിജ്റ 18 വഫാത്തായി. ഹിജ്റ 18-ാം വർഷത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ പാഠത്തിൽ കൊടുത്തിട്ടുള്ള ദുആ ആണ്. നമ്മൾ അർത്ഥമറിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണത്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ർസുഖ്നാ ഹുബ്ബ അസ്ഹാബി നബിയിക വലാ തജ്അൽനാ മിമ്മൻ യുബ്ഗിളുഹും ഔ യുഅ്ദീഹിം യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നിൻ്റെ നബിയുടെ സഹാബികളോടുള്ള സ്നേഹം നീ ഞങ്ങൾക്ക് നൽകണമേ. അവരോട് കോപിക്കുന്നവരുടെയും അവരെ ഉപദ്രവിക്കുന്നവരുടെയും കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനായ അല്ലാഹുവേ,
അല്ലാഹുമ്മ ർസുഖ്നാ ഹുബ്ബ അസ്ഹാബി നബിയിക്ക. അള്ളാഹുവേ, നിൻ്റെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടുള്ള സ്നേഹം നീ ഞങ്ങൾക്ക് നൽകണമേ. വലാ തജഅൽനാ മിമ്മൻ യുബ്ഗിദുഹും, അവരോട് കോപിക്കുന്നവരുടെയും ഔ യുഅ്ദീഹിം, അവരെ ഉപദ്രവിക്കുന്നവരുടെയും കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുത്. യാ അർഹമർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനായ അല്ലാഹുവേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഖുറാസത്തു തദ്രീബ് നോക്കാം. ഒന്ന് നെസിൽ ചേരുമ്പടി ചേർക്കാനാണ്. ഒന്ന് അബു തുറാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ആൻസർ സി, അലി റളിയല്ലാഹു അൻഹു. രണ്ട്, അൽ ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാ? ആൻസർ ഉമർ റളിയല്ലാഹു അൻഹു. ഈ മൂന്ന്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിനോട് ചോദിച്ചതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആൻസർ ഡി ആണ്. 4, ഹവാരിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോട് ചോദിച്ച ആൻസർ ബി ആണ്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അടുത്ത അമീനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാഠത്തിൽ അമീനുൽ ഉമ്മ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ എ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇനി അടുത്തു നക്തുബ് മക്കാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും എന്ന വിഷയത്തിൽ മക്കാല എഴുതിയിട്ടുള്ളത്, ഉപന്യാസം എഴുതാനുള്ളതാണ്. ചെറിയ രൂപത്തിൽ കൊടുത്തതാണ്, വിശാലമായിട്ട് എഴുതേണ്ട വിഷയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രവാചകത്വവുമായി കടന്നു വന്നപ്പോൾ മുൻ പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ശക്തമായ എതിർപ്പുകളും തീക്ഷ്ണമായ ശത്രുതയും കൊണ്ട് ഭൂരിപക്ഷം വരുന്ന ഒരു ഭാഗത്ത് സത്യസന്ധമായ സ്നേഹവും ആത്മാർത്ഥമായ പിന്തുണയും നൽകിക്കൊണ്ട് ഒരു ചെറുസംഘം മറുപക്ഷത്തും. ഇങ്ങനെ കൈമൈ മറന്ന് പ്രവാചകനെ പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്ത അനുയായി വൃദ്ധമാണ് സ്വഹാബത്ത്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതുല്യ ചരിത്രമാണ് സ്വഹാബത്തിൻ്റേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപാത്രങ്ങളായ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരും സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സ്വഹാബാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുക. എനിക്ക് ശേഷം അവരെ ഉപദ്രവിക്കരുത്. അവരെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ വെറുക്കുന്നവർ എന്നെ വെറുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവർ. അവരെ ഉപദ്രവിക്കുന്നവർ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നത് അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നത് പോലെയാണ്. അവരെ അള്ളാഹു ശിക്ഷിക്കും. ഇനി അടുത്താൽ വാജിബുൽ മൻസിലി. 1, ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരവും എഴുതുക എന്നാണ്. 1, എൻ്റെ സ്വഹാബികളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുക എന്ന് ആരാണ് പറഞ്ഞത്? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. 2, സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖർ എത്ര പേരാണ്? ആൻസർ 10 പേര്. 3, കിസ്റ കൈസർ ഭരണകൂടങ്ങളെ തകർത്തത് ആരുടെ ഭരണകാലത്ത്? ആൻസർ ഉമർ റളിയല്ലാഹു അൻഹു. 4, ഹിജ്റ 35 ദുൽഹിജ്ജ 18 വഫാത്തായ ഖലീഫ ആര്? ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 5, മുജാബു ദുആ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബി ആര്? ആൻസർ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് വാജിബുൽ മൻസിലിയിൽ രണ്ടാമത്തത് അൽ അഷ്റത്തുൽ മുബശ്ശറയുടെ വിശദ ചരിത്രം ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ 10 സ്വഹാബാക്കളെക്കുറിച്ച് വിശദമായിട്ടുള്ള ചരിത്രം എന്ത് ചെയ്യണം? ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. 4 ഖലീഫമാരെക്കുറിച്ച് 5ാം ക്ലാസ്സിലെ ദുറൂസിലെ 1ാം ഭാഗത്തിൽ പറയുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് 7ാം ക്ലാസ്സിലെ തസ്കിയയിൽ പറയുന്നുണ്ട്. പിന്നെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് 4ാം ക്ലാസ്സിലെ ദുറൂസ് ഏതൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും ചെറിയൊരു വിവരണമൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്ത് കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിൽ രണ്ടാമത്തെ സുമ്മരില്ലാഹു അൻ അബി ബക്കരി അൻ ഉമരി എന്ന ബൈത്ത് മൗലിദ് കിതാബിൽ നിന്ന് കണ്ടെത്തി ക്ലാസ്സിൽ ആലപിക്കുക. അതെവിടെ നോക്കിയാലാണ് കിട്ടുക? ബുർദയിൽ നോക്കിയാലാണ് കിട്ടുക. ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു രചിച്ച ബുർദയിൽ അവസാനത്തെ ഭാഗമായിട്ടുള്ളതാണ് ഈ സുമ്മരില്ലാഹു അൻ അബി ബക്കരി അൻ ഉമരി എന്ന് പറയുന്ന ബൈത്ത്. അവിടെ നോക്കിയാൽ മൗലിദ് കിതാബിൽ ബുർദയുടെ അവസാനം നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ യാക്രമ ബൈത്ത്, ബുർദയുടെ അവസാനത്തിലുള്ള തവസ്സുലാണ് യാക്രമ ബൈത്ത്. ആ യാക്രമ ബൈത്ത് ഒരു ദുആയിട്ട് വരുന്ന ബൈത്താണ് യാക്രമ. ആ യാക്രമ ബൈത്തിലെ അവസാനത്തെ വരികളിൽപ്പെട്ടതാണ് സുമ്മരില്ലാഹു അൻ അബി ബക്കർ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ മൗലിദ് കിതാബിൽ യാക്രമ എന്ന് പറഞ്ഞിട്ട് വേറെ പ്രത്യേകമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ പാഠത്തിലെ
തദ്രീബാത്തും കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.